അത് ലോകത്തെമ്പാടും മൂവ്മെന്റ്സോ പ്രസ്ഥാനങ്ങളോ സ്കൂളുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബുകളോ വരുന്നതനുസരിച്ചല്ല എയ്ത്തീസം വരുന്നത്. എയ്ത്തീസത്തിന് ആക്ച്വലി ഇറ്റ് ഡസന്റ് നീഡ് എനി സപ്പോർട്ട്. Obviously, theism proof വെക്കണമെങ്കിൽ atheism proof വെക്കണം. It's a negative claim, but there can be proofs for negatives, right? For example, mathematics നമ്മൾ Fermat's theorem എടുക്കുക, അല്ലെങ്കിൽ economics Arrow's impossibility theorem, ഇതൊക്കെ നെഗറ്റീവ്സിന് പ്രൂഫ് ആയിട്ട് മുൻപോട്ട് വെക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഒരിക്കലും എവിഡൻസ് ഓഫ് ആബ്സെൻസ് ആകുന്നില്ല. I can give more examples for that. പക്ഷേ മതം എന്താണ് പറയുന്നത്? somebody created എന്ന് ചോദിക്കുമ്പോൾ അവരോട് ചോദിക്കുന്ന നെക്സ്റ്റ് ചോദ്യം who created the creator എന്നായിരിക്കും. കാര്യം അവരൊരു ഫോൾസ് ആയിട്ടുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്ന് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവന് a taste of own medicine ആണ് കൊടുക്കുന്നത് അവിടെ. നോട്ട് ഈവൻ ദ തീസ്റ്റ് ഓർ ദി എയ്ത്തീസ്റ്റ് അക്കാഡമിക് ഡിബേറ്റുകൾ ആരും തന്നെ ദൈവത്തെ ഒരു ക്രിയേറ്റഡ് ബീങ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു സ്ട്രോ മാൻ ഫാലസിയാണ്. അഡ്രസ് ചെയ്യേണ്ട പൊസിഷനെ അല്ല അഡ്രസ് ചെയ്യുന്ന, വേറെ ഒരു പൊസിഷനെ സെറ്റപ്പ് ചെയ്തിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. സെക്കൻഡ്ലി, ഇറ്റ് ഈസ് ഓൾസോ എ കാറ്റഗോറിക്കൽ ഫാലസി. ഇപ്പൊ ഞാനൊരു കേക്ക് എടുത്ത് കഴിച്ചിട്ട് ഇതൊരു നല്ല ആപ്പിൾ ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം അതൊരു ആപ്പിൾ അല്ല, രണ്ട് കാറ്റഗറിയാണ്. അപ്പം ദൈവം എന്ന് ഡിഫൈൻ ചെയ്യുന്നത് തന്നെ റൈറ്റ് ഫ്രം ദ ടൈം ഓഫ് പ്ലേറ്റോ ഈസ് എ നെസസറി ബീങ് വേഴ്സസ് എ കണ്ടിൻജന്റ് ബീങ്. ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ പ്രശസ്തനായ നിരീശ്വരവാദിയായിരിക്കുന്ന സി രവിചന്ദ്രൻ സാറുമായിട്ട് ഒന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. ഡോക്കിൻസിന്റെ പുസ്തകം ദ ഗോഡ് ഡെല്യൂഷൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നവനാസ്തികത, ന്യൂ എയ്ത്തീസം കേരളത്തിൽ പോപ്പുലർ ആക്കിയ വ്യക്തിയാണ് സി രവിചന്ദ്രൻ സാർ. അദ്ദേഹത്തിന്റെ പുസ്തകത്തെ പറ്റി DC ബുക്സ് ക്ലബ് ഹൗസിൽ സംഘടിപ്പിച്ച ഒരു ഇന്ററാക്റ്റീവ് സെഷനിൽ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ യാദൃച്ഛികമായിട്ട് തന്നെ ചോദിക്കുവാനോ ഒരു അവസരം എനിക്ക് കിട്ടി. ഞാനൊരു 5 to 6 minutes I asked him a question. അതിന് അദ്ദേഹം ഒരു 10 to 12 minutes അദ്ദേഹം റെസ്പോണ്ട് ചെയ്ത്. പക്ഷേ ആ വീഡിയോ, ഇഫ് യു വോണ്ട് ടു വാച്ച് ദാറ്റ് വീഡിയോ, ആ വീഡിയോ DC ബുക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ തന്നെ ചില ആൾക്കാർ നോട്ട് ചെയ്ത പോലെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി തന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ ചോദിക്കാത്ത പല കാര്യങ്ങളെ പറ്റിയാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. ഈ എക്സ്ചേഞ്ച്, as I said, മുഴുവനായി കാണണമെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഫോളോ ദ ലിങ്ക് ഇൻ ദ കോമെൻറ്റ്സ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ ചില പോയിന്റ്സ് ഒന്നുകൂടെ ബ്രീഫായിട്ട് റീഐട്രേറ്റ് ചെയ്തിട്ട് അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അദ്ദേഹത്തിന്റെ പുസ്തകം ആക്ച്വലി അദ്ദേഹം എഴുതി തുടങ്ങുന്നത് തന്നെ, ഐ എം ടോൾഡ്, ഈസ് വിത്ത് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് എൻ ഇല്ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് that absence of evidence is evidence of absence. ഈ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ആണ് ഒരു ലോജിക്കൽ ഫാലസിയുടെ. ദ നെയിം ഓഫ് ദാറ്റ് ലോജിക്കൽ ഫാലസി ഈസ് അപ്പീൽ ടു ഇഗ്നറൻസ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പം 2 ഹൈപ്പോത്തസിസ് ഉണ്ടെന്ന് വെച്ചോ. ഒരു ഹൈപ്പോത്തസിന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മറ്റൊരു ഹൈപ്പോത്തസിന് തെളിവാകുന്നില്ല. അതായത് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന ഏതൊരു കോളേജ് വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിന്റെ ചാപ്റ്റർ തുറന്നിട്ട് ഒന്ന് വായിച്ചാൽ മതി. ഇപ്പം നമ്മൾ 2 ഹൈപ്പോത്തസിസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിന് തെളിവില്ലാത്തത് കൊണ്ട്, if I am writing that, in the absence of evidence for the alternative hypothesis, I will accept the null hypothesis എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടത്തില്ല. The correct wording is, in the absence of evidence for the alternative hypothesis, we fail to reject the null hypothesis. Null hypothesis true ആണെന്ന് സ്ഥാപിക്കണമെങ്കിൽ null hypothesisന് വാദങ്ങൾ മുൻപോട്ട് വെക്കണം. അഥവാ ദൈവത്തിന് ഒരു തെളിവും ഇല്ല എന്ന് വിചാരിക്കുക, for the sake of the argument. അതായത് ഈശ്വരവാദത്തിന് തെളിവില്ല എന്ന് വിചാരിച്ചാൽ പോലും അത് നിരീശ്വരവാദത്തിനൊരു തെളിവല്ല. നിരീശ്വരവാദം ശരിയാവണമെങ്കിൽ നിരീശ്വരവാദത്തിന് തെളിവ് നിരീശ്വരവാദികൾ മുൻപോട്ട് വെക്കണം. ദിസ് ഈസ് ദ ബേസിക് സയന്റിഫിക് മെത്തേഡ്. ഇതുകൊണ്ടാണ് ഇന്ന് ഫോർ എക്സാമ്പിൾ മാർസലോ ഗ്ലീസർ പോലുള്ള ഫിസിസിസ്റ്റുകൾ തന്നെ അവർ പറയുന്ന ഒരു കാര്യമാണ്, എയ്ത്തിസം, നിരീശ്വരവാദം ഈസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ സയന്റിഫിക് മെത്തേഡ്. ഓർക്കണം, ഗ്ലീസർ ഫിസിസിസ്റ്റ് ആണ്, അദ്ദേഹം ദൈവവിശ്വാസിയല്ല, അദ്ദേഹം അഗ്നോസ്റ്റിക് ആണ്. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുവാനുള്ള കാരണം? അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊന്നുമല്ല, ഈ റിച്ചർഡ് ഡോക്കിൻസിനെ പോലുള്ളവർ, അതായത് കേരളത്തിൽ നമ്മുടെ രവിചന്ദ്രൻ സാറിനെ പോലെ ഉള്ളവരുടെ ആശയപാപ്പരത്വമാണ്. സയൻസിന്റെ മറവിൽ സയന്റിഫിക് മെത്തേഡ് തന്നെ വയലേറ്റ് ചെയ്യുന്ന ഒരു നിരീശ്വരവാദമാണ്, റാഷണലി ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു നിരീശ്വരവാദമാണ് അവർ മുൻപോട്ട് വെക്കുന്നത്. സ്വയം അവർ യുക്തിവാദികൾ എന്ന് അവകാശപ്പെടുമ്പോഴും
അവരുടെ the arguments that they put forward are illogical and anti-reason. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, നിരീശ്വരവാദം പക്ഷെ ഒരു നെഗറ്റീവ് ക്ലെയിം അല്ലേ? നെഗറ്റീവ് ക്ലെയിമിന് നമുക്ക് ആർഗ്യുമെന്റ്സും പ്രൂഫ്സും മുൻപോട്ട് വെക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. എക്സാമ്പിൾ ആയിട്ട് ഉദാഹരണത്തിന് മാത്തമാറ്റിക്സിലെ ഫെർമാറ്റ്സ് തിയറം അല്ലെങ്കിൽ ഇക്കണോമിക്സിലെ ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം, ഇതൊക്കെ നെഗറ്റീവ്സിന് പ്രൂഫ് മുൻപോട്ട് വെക്കുന്നതാണ്. അത് മാത്രമല്ല, അക്കാഡമിക് സെൻസിൽ ഏത്തീസത്തെ നിങ്ങൾ പഠിച്ചാൽ ഏത്തീസത്തിനും എക്കാലത്തും അക്കാഡമിക് ഏത്തീസ് ഫിലോസഫേഴ്സും ചിന്തകരും ചില തിയറംസും പ്രൂഫ്സും വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ നിലയിൽ അക്കാഡമിയിൽ നോക്കിയാൽ ദ കേസ് ഫോർ തീസം ഈസ് മച്ച് സ്ട്രോങ്കർ ദാൻ ഏത്തീസം. ലെറ്റ് മീ മെൻഷൻ ദാറ്റ് ഇൻ പാസിംഗ്. ഒരു ഇച്ചിലൂടെ സിമ്പിളായിട്ട് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ തരാം. കൺസിഡർ ദാറ്റ് എൻ്റെ മുൻപിൽ ഒരു മുറിയുണ്ട്, ആ മുറിക്കകത്ത് ഒരു പൂച്ച ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. അതൊരു പോസിറ്റീവ് ക്ലെയിം അല്ലേ? അതിന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു വിപരീതമായിട്ടൊരു ക്ലെയിം വെക്കാം, അതിനകത്ത് പൂച്ചയില്ല. സോ ദാറ്റ് ബിക്കംസ് എ നെഗറ്റീവ് ക്ലെയിം. നമുക്ക് രണ്ടുപേർക്കും അറിയത്തില്ല അതിനകത്ത് പൂച്ച ഉണ്ടോ ഇല്ലയോ എന്ന്, റൈറ്റ്? ആൻഡ് വി ആർ ജസ്റ്റ് മേക്കിംഗ് ദ ക്ലെയിം. പക്ഷെ അത് തുറന്നു നോക്കിയിട്ട് അതിനകത്ത് പൂച്ച ഇല്ലെങ്കിൽ അത് നെഗറ്റീവ് ക്ലെയിമിന് ഒരു എവിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ്സ് ക്യാൻ ബി പ്രൂവ്ഡ് ബൈ ഗിവിംഗ് ആഡിക്വേറ്റ് സപ്പോർട്ട് ആൻഡ് ആർഗ്യുമെന്റ്സ്. ഇതിന് മറുപടിയായിട്ട് രവിചന്ദ്രൻ സാർ പറഞ്ഞൊന്ന് കേൾക്കണ്ടേ? ലെറ്റ്സ് ഹിയർ ദാറ്റ്. Atheism actually it doesn't need any support because your religion-നെ സംബന്ധിച്ചോളം they are defending a lie. ഒരു നുണയാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നത്. ഒരു നുണ ഡിഫെൻഡ് ചെയ്യുന്നതിനാണ് ആളും അർത്ഥവും പോപ്പുലാരിറ്റി ഒക്കെ വേണ്ടത്. ഏത്തീസം പോപ്പുലർ ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് പോപ്പുലർ ആവാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ല. വാട്ട് ഏത്തീസം നീഡ്സ് നോ സപ്പോർട്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞതുപോലെ ദേ ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ സയന്റിഫിക് മെത്തേഡ്. ഇദ്ദേഹം 1000 തവണ ദൈവവിശ്വാസം കള്ളമാണെന്നും പിന്നെയും ആവർത്തിച്ച് പറഞ്ഞാലും ദൈവവിശ്വാസം കള്ളമാവുന്നില്ല. ഏത്തീസം ശരിയാവണമെങ്കിൽ he has to give evidence for that claim. Now basically ഇദ്ദേഹം ചെയ്യുന്ന ഒരു കോമൺ ടാക്ടിക് ആണ് ഇന്ന് പല ഏത്തിസ്റ്റുകളും ക്ലബ് ഹൗസിലും മറ്റ് പല പ്ലാറ്റ്ഫോമിലും ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടു അവോയ്ഡ് ദ ബേർഡൻ ഓഫ് പ്രൂഫ്. ബേർഡൻ ഓഫ് പ്രൂഫ് അവോയ്ഡ് ചെയ്യാൻ ഇന്ന് നിരീശ്വരവാദികൾ ചെയ്യുന്ന മറ്റൊരു ടാക്ടിക് എന്ന് വെച്ചാൽ അവർ ഈ വേർഡ് തന്നെ റീഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് വേർഡൻ ഓഫ് പ്രൂഫ് ഇല്ല, നിങ്ങളാണ് കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നത്, നിങ്ങളാണ് വിശ്വാസികൾ, നിങ്ങൾക്കാണ് വിശ്വാസമുള്ളത്, ഞങ്ങൾക്ക് വിശ്വാസമില്ല. വി ലാക്ക് എനി സോർട്ട് ഓഫ് ബിലീഫ്, സോ വി ഡോണ്ട് റിയലി ഹാവ് എനി ബേർഡൻ ഓഫ് പ്രൂഫ്. ഇത് ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഒരു മോഡേൺ അൺഅക്കാഡമിക് ആയിട്ടൊരു വാദമാണിത്. സോ what they try to do is to redefine atheism as a lack of belief and reject the conventional academic definition as academic definition atheism the conventional ആയിട്ടുള്ളത് is that it is a belief that there is no god or gods. ഇങ്ങനത്തെ ഒരു റീഡെഫിനേഷൻ ഏത്തീസത്തിന് വേണമെന്ന് ആദ്യമായിട്ട് അക്കാഡമിയാൽ പ്രപ്പോസ് ചെയ്തത് കഴിഞ്ഞ 50 വർഷങ്ങളിൽ ഏറ്റവും പ്രശസ്തനായിരുന്ന ഏത്തീസ്റ്റ് ഫിലോസഫർ ആയിരുന്ന ആന്റണി ഫ്ലൂ ആണ്. ആന്റണി ഫ്ലൂ in his book Presumption of Atheism in 1976, this is what he writes. What I want to examine is the contention that the debate about the existence of God should properly begin from the presumption of atheism, that the onus of proof must lie upon the theist. The word atheism, however, has in this contention to be construed unusually. Whereas nowadays, the usual meaning of atheist in English is someone who asserts that there is no such being as God. ഇതാണ് അന്നത്തെ മെയിൻ ഡെഫിനേഷൻ. അദ്ദേഹം തന്നെ പറയുന്നു. And then he goes on to say, I want the word to be understood not positively but negatively. In this interpretation, an atheist becomes not someone who positively asserts the non-existence of God, but someone who is simply not a theist. Now just pay attention to what he says next. The introduction of this new interpretation of the word atheism may appear to be a piece of perverse Humpty Dumptyism going arbitrarily against established common usage. ഇത് 1976 ആന്റണി ഫ്ലൂ ഈ ഒരു പ്രപ്പോസൽ മുൻപോട്ട് വെക്കുന്നത്. പക്ഷെ അക്കാഡമി അത് സ്വീകരിച്ചില്ല. 25 years went by. 21st centuryയിൽ ഈ നൂറ്റാണ്ടിൽ, അതായത് 2000കളിൽ അല്ലെങ്കിൽ 2000സിലാണ് ഈ ഡെഫിനേഷൻ ഏത്തീസത്തിൽ പിന്നെയും പോപ്പുലറായി വന്നത്. അതുകൊണ്ട് തന്നെ റിച്ചർഡ് ഡോക്കിൻസും ക്രിസ്റ്റഫർ ഹിച്ചൻസും അവരുടെ ഞാൻ പറഞ്ഞ പോലെ റാഷണലി ഇൻഫീരിയർ ബ്രാൻഡ് ഓഫ് ഏത്തീസം
ഈ കഴിഞ്ഞ ഒരു 20 വർഷത്തിനുള്ളിൽ പോപ്പുലർ ആയപ്പോഴത്തേന് they took over this definition. അതാണ് ഇന്ന് സി രവിചന്ദ്രൻ സാർ പോലുള്ള ആൾക്കാർ കേരളത്തിലും യൂസ് ചെയ്യുന്നത്. അതൊരു അക്കാഡമിക് ഡെഫിനേഷൻ അല്ല, അത് ബർഡൻ ഓഫ് പ്രൂഫ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവർ മുൻപോട്ട് വെക്കുന്ന ഒരു ടാക്ടിക്കാണ്. കാരണം നല്ല ആർഗ്യുമെന്റ്സ് ഏത്തീസത്തിന് ഇല്ല. Now, ഈ വിഷയങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കോസ്മിക് സ്കെപ്റ്റിക്കിനെ അറിയാം, അലക്സ് ഓ'കോണർ. അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് യൂട്യൂബിൽ ഏറ്റവും പോപ്പുലറായി നിൽക്കുന്ന ഏത്തീസ്റ്റ് സ്കെപ്റ്റിക് ചാനലിൽ കോസ്മിക് സ്കെപ്റ്റിക് ആണ്. ഒരു 4-5 വർഷം മുൻപ് വരെ നിങ്ങൾ അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ ഈ വിഷയങ്ങളെ പറ്റി കണ്ടാൽ ഹി ഓൾസോ യൂസ് ടു ഡിഫൈൻ ഏത്തീസം ആസ് എ ലാക്ക് ഓഫ് ബിലീഫ്. പക്ഷേ ഈ കഴിഞ്ഞ കുറെ ആഴ്ചകൾക്ക് മുൻപ് അദ്ദേഹം ഇറക്കിയ ഒരു വീഡിയോ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അദ്ദേഹം ചെന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അക്കാഡമിക് രീതിയിൽ ഫിലോസഫിയും തിയോളജിയും പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. I hope it should be clear by now that I'm really not trying to affiliate with the new atheist movement. I know I kind of used to. I used to really like Christopher Hitchens. I've even got a bust of him sat on my shelf just there if you hadn't noticed already. And of course I've had Richard Dawkins on the podcast and would love to have Sam Harris on too. But I really don't think that these guys are particularly, how can I say this, theologically adequate. I don't know. I don't really know what I'm trying to say. I guess I just haven't found their philosophy, if it can even be called that, particularly adequate when it comes to discussing the existence of God. I mean, Christopher Hitchens, obviously a fantastic polemicist, but just nothing of philosophical substance, as I've discussed at length in a previous video. Again, the link is in the description. Richard Dawkins, fantastic scientist, yada yada. But again, I'm reading The God Delusion. Who was it? That's right, it was Terry Eagleton's. Eagleton once wrote, "Imagine someone holding forth on biology whose only knowledge of the subject is the Book of British Birds, and you have a rough idea of what it feels like to read Richard Dawkins on theology." And I think he's probably right there. I mean, there's a reason why over the past 3 years of studying philosophy at Oxford, someone like Richard Dawkins hasn't been named once except to be essentially ridiculed in the science and religion paper. It's a bit unfortunate, but it's kind of just the way it is. I think the biggest skill that the new atheists had collectively was their oratory skills, right? They could debate, they could speak to an audience, and they could win them over, right? But when you actually sit down and analyze the philosophical substance of what they're saying, you find that there's not actually much substance to be analyzed in the first place. So no, I mean, I'm not trying to kind of make atheism a big deal. It's just kind of there. It's just, yeah, I don't believe in God. Whoop-de-doo. I don't really want to make a big song and dance about it. I'm also increasingly entering into this debate about the usage of the word atheism and whether it's appropriately used to describe simply a lack of belief in God. I've always very strongly advocated that atheism just means a lack of belief in God. But studying at university, I found that this just kind of doesn't exist in the academy, right? Like in academic works, it's always used, the term, atheism, and it's always defined in all of the dictionaries, all of the philosophical dictionaries, as the belief that God does not exist. And I thought that, whatever, it doesn't really matter, because whatever term you use, what matters is the actual belief. I mean, I could call myself an atheist, I could call myself a theist, by which I mean that I don't believe in God. As long as you understand what I mean by the term, it doesn't matter, right? But there is actually a really interesting discussion around the term and whether it even makes sense to say that atheism is just a lack of belief in God. That is essentially a brain state, whereas theism is not a brain state but a proposition, right? Theism is something that can be true or false. And so it seemed that atheism, which appears at least on the surface to be the negation of theism, would also have to be some kind of proposition. But if it's just the lack of belief in God, then it's nothing more than a psychological state, which it seems weird to contrast with a proposition. Okay, so that is what I wanted to say, that atheism definitely requires evidence, and you need to table the evidence before us. ഞാൻ രണ്ടാമത് മുൻപോട്ട് വെച്ച പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഡിഫോൾട്ട് പൊസിഷൻ ഈ ഡിബേറ്റിൽ നമുക്കൊന്നും അറിയത്തില്ലെങ്കിൽ, if we do not know anything, is just merely confessing ignorance. That is what we call as agnosticism. പക്ഷേ atheism ആണോ തീസം ആണോ, ഇപ്പം ഒരു ഇൻഫോംഡ് ആയിട്ട് നമുക്കൊരു നൾ ഹൈപ്പോത്തസിസ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഡിഫോൾട്ട് പൊസിഷൻ എന്താണ്, അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് ആദ്യം കേൾക്കാം. അത് കഴിഞ്ഞിട്ട് I'll just give my thoughts. I will also reiterate what I said. Notice what he says. ഞാൻ പറഞ്ഞു, atheism is relevant in the case of religion. Atheism, you are rejecting religious principles, concepts, അതേപോലെയുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, അതൊക്കെ റിജക്ട് ചെയ്യുന്നതാണ് എത്തിയിസം. അതിന് പബ്ലിക് റെലവൻസ് ഉണ്ട്. അത് പാശ്ചാത്യ ലോകത്ത് ഉണ്ടായ ഒരു സാധനമല്ല. ആദ്യത്തെ മനുഷ്യൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവനെ എതിർത്ത അല്ലെങ്കിൽ അവനെ നിരാകരിച്ച ആദ്യത്തെ മനുഷ്യനിൽ എത്തിയിസ്റ്റ് ഉണ്ട്. അത് ലോകത്തെമ്പാടും മൂവ്മെന്റ്സോ പ്രസ്ഥാനങ്ങളോ സ്കൂളുകളോ
അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബുകളോ വരുന്നതനുസരിച്ചല്ല എയ്ത്തീസം വരുന്നത്. നോട്ടീസ് ഇവിടെ അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ തന്നെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം എയ്ത്തീസത്തെ ഡിഫൈൻ ചെയ്യുന്നത് റിലീജിയൻസിനെ റിജക്ട് ചെയ്യുന്ന ഒരാളാണ്. We have already talked about the definition of atheism. Atheism is not rejecting religions. ഇപ്പം ഞാനും പല മതങ്ങളും നിഷേധിക്കുന്ന ഒരാളാണ്. അതായത് പല മതങ്ങളും maybe they believe in God, but I reject their ideas of God, their ideas about, their understandings about God. അപ്പോൾ ആ റിലീജിയൻസ് ഞാൻ റിജക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ that doesn't make me an atheist. Atheismത്തിന്റെ അക്കാഡമിക് ഡെഫിനേഷനാണ് ഞാൻ നേരത്തെ കോട്ട് ചെയ്തത്. That is the definition of atheism. റിലീജിയൻസ് റിജക്ട് ചെയ്യുന്ന അല്ല atheism. Now let's listen what he has to say next. പിന്നെ ഇന്നേറ്റ് പൊസിഷനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. ഞാൻ ഓർക്കുന്ന മാത്രമാണ് പറയുന്നത്. ഇന്നേറ്റ് പൊസിഷൻ ആണ് വിശ്വസിക്കുക എന്നുള്ളത് ശരിയാണ്. അത് ദൈവത്തിൽ വിശ്വസിക്കാനുണ്ടായ ഒരു ഇന്നേറ്റ് പൊസിഷൻ അല്ല. വിശ്വസിക്കുക എന്ന് പറയുന്നത് കുട്ടികളുടെ ആയാലും നമ്മളുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ആയാലും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സെറിബ്രൽ വയറിംഗ് ആണ്. അതിന്റെ കാരണം നമ്മുടെ അതിജീവനമായിട്ടും നമ്മുടെ ഓർഗാനിക് ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഒരു മനുഷ്യക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആരംഭത്തിൽ മുതിർന്നവരെ വിശ്വസിച്ചുകൊണ്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഒരു പശുക്കുട്ടിയോ അല്ലെങ്കിൽ ഒരു കാളക്കുട്ടിയോ ഒക്കെ ആണെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് അത് ഓടി നടക്കും, അത് ചിലപ്പം ആഹാരം കഴിക്കും. അതേപോലെ അല്ല മനുഷ്യക്കുട്ടി, ഒരു പഞ്ഞിക്കെട്ട് പോലെയാണ്. അത് നിസ്സഹായമായിട്ട് കിടക്കുന്ന ആ കുട്ടി ഒരുപാട് ഡിപ്പെൻഡന്റ് ആണ്. ഡിപ്പെൻഡന്റ് ആയ അവസ്ഥയിരിക്കുന്ന ഒരു ഓർഗാനിസം ഒരുപാട് ഇൻപുട്സ് റെസിസ്റ്റൻസ് ഇല്ലാതെ സ്വീകരിക്കും. കാര്യം റെസിസ്റ്റൻസ് ഉണ്ടാവാനായിട്ടുള്ള ഒരു സെറിബ്രൽ ശേഷി ആ ഓർഗാനിസത്തിനില്ല. മനുഷ്യക്കുട്ടികൾ അങ്ങനെയാണ്. ആ സമയത്താണ് നിങ്ങൾ ഈ ഭ്രാന്തൻ കഥകളും ഈ ഡൂസ് ആൻഡ് ഡോൺസും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ അതിലേക്ക് കുത്തിവെക്കുന്നത്. അങ്ങനെയാണ് ആ കുട്ടി അങ്ങനെ ഉണ്ടാവുന്നത്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹം പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസം ഇന്നേറ്റ് അല്ല, അത് ഹാർഡ് വയർഡ് ആണ്. ഐ മീൻ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ്. പക്ഷേ നൗ ലെറ്റ് മീ ആക്ച്വലി റീഐട്രേറ്റ് ഞാൻ അവിടെ എന്താണ് ആക്ച്വലി അവിടെ ഞാൻ മുൻപോട്ട് വെച്ച വാദം. അതായത് ഡിഫോൾട്ട് പൊസിഷൻ നമുക്കൊന്നും അറിയത്തില്ലെങ്കിൽ ഈസ് അഗ്നോസ്റ്റിസിസം. അത് ബേസിക്കലി ഈസ് കൺഫെസിങ് അറിയില്ല. ബട്ട് നമുക്ക് ബേസിക്കലി ചില ഒബ്സർവേഷൻസും ചില നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നൾ ഹൈപ്പോത്തസിസ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ അത് തീസമാണ്, എയ്തീസം അല്ല. ഫോർ എക്സാമ്പിൾ, ഫിലോസഫർ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടർഡാം ആൽബിൻ പ്ലാന്റിംഗ കോൾസ് ദ ബിലീഫ് ഇൻ ഗോഡ് പ്രോപ്പർലി ബേസിക് ഓർ ഇന്നേറ്റ്, അഥവാ ദൈവവിശ്വാസം നാച്ചുറലി ഡിഫോൾട്ട് പൊസിഷൻ ആണെന്ന്. റാൽഫ് മെക്കിയേണി പോലെ ഉള്ള ഫിലോസഫേഴ്സ് വാദിക്കുന്നത് പ്രൈമാ ഫേഷി എവിഡൻസ് വെച്ചിട്ടും ഒബ്സർവേഷൻസ് വെച്ചിട്ടും the default position that we can actually take in this debate on God is theism. അതായത് you can infer theism naturally by observing the order and the structure of the natural world. This again is consistent, by the way, with several studies from neuroscience and relevant fields. ഉദാഹരണത്തിന് വളരെ റീസെന്റ് ആയിട്ടുള്ള 2019 യൂണിവേഴ്സിറ്റി ഓഫ് ജോർജ് ടൗണിലെ ന്യൂറോ സയന്റിസ്റ്റുകൾ നടത്തിയ ഒരു സ്റ്റഡി പബ്ലിഷ്ഡ് ഇൻ ദ നേച്ചർ ജേർണൽ. അവർ ബേസിക്കലി 2 സാമ്പിൾസ് യൂസ് ചെയ്ത് വളരെ കൾച്ചറലി ഡൈവേഴ്സ് ആയിരിക്കുന്ന, ഒന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും മറ്റേത് US-ൽ നിന്നും, ബാക്കി എല്ലാ ഇഫക്ട്സും ദൈവവിശ്വാസത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ആ ഇഫക്ട്സ് എല്ലാം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടും if you write a regression equation, it was still observed that implicit learning has a strong positive relationship to believing in God's existence. അതായത് ഒരു അൺഅവെയർ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ തന്നെ, റൈറ്റ്, ഒരു കോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റേജിൽ തന്നെ കോംപ്ലെക്സ് പാറ്റേൺസും ഡിസൈനും ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മൈൻഡ് നാച്ചുറലി കംസ് ടു ബിലീവ് ദാറ്റ് ഗോഡ് ഡസ് എക്സിസ്റ്റ്. അത് സോ ബേസിക്കലി ഫിലോസഫിയിൽ നല്ല വാദങ്ങളുണ്ട്, ന്യൂറോ സയൻസിലൊക്കെ അതിനെ ആക്ച്വലി കമ്പാറ്റബിൾ ആയിട്ടുള്ള എവിഡൻസും നമുക്കുണ്ട്. ദാറ്റ് ഡിഫോൾട്ട് പൊസിഷൻ, ഇന്നേറ്റ് പൊസിഷൻ ഈസ് ടു ബിലീവ് ഇൻ ഗോഡ്. സോ വാസ്തവം പറഞ്ഞാൽ ഇവിടെ വേറെ ഒരു രസകരമായ സംഭവം കൂടെ പറഞ്ഞു പോണം. നാട്ടിൽ പല ഏത്തീസ്റ്റുകളും രവിചന്ദ്രൻ സാറിനെ പോലുള്ള എസൻസ് ഗ്ലോബലിലൊക്കെ നിൽക്കുന്ന പല പബ്ലിക് ഇന്റലക്ച്വൽസ് ആയിട്ടൊക്കെ സ്വയം ദേ പുട്ട് ദംസെൽസ് ഫോർവേഡ്. അവർ പറയുന്ന ഒരു തിയറിയാണ് ഏജൻസി സീക്കിംഗ്. അതായത് വി ഹാവ് എൻ എവല്യൂഷണറി ഇൻസ്റ്റിങ്ക്ട് to seek agency behind structure and order and design, and therefore to infer an intelligent agent behind it. ഹൈപ്പർ ഏജൻസി ഡിറ്റക്റ്റീവ് ഡിവൈസ് ഹാർഡ് എന്ന് പറയുന്ന ഇതൊരു അവയവമൊന്നുമല്ല, മറിച്ച് ഇതൊരു നിലപാടാണ് മസ്തിഷ്കത്തിന്റെ. മസ്തിഷ്കം എപ്പോഴും കുഴഞ്ഞു മറിഞ്ഞ ഡേറ്റകൾ വന്നു കഴിഞ്ഞാൽ, കയോട്ടിക് ആയിട്ടുള്ള ഡേറ്റ വന്നു കഴിഞ്ഞാൽ അതിന് പ്രോസസ് ചെയ്യാൻ സാധിക്കില്ല. ഒരു നെയ്യപ്പം കിട്ടിക്കഴിഞ്ഞാൽ ആ നെയ്യപ്പത്തെക്കുറിച്ചൊരു ധാരണ പെട്ടെന്നുണ്ടാവും, ആരുണ്ടാക്കി, എങ്ങനെ ചെയ്തു. അതേസമയം ചില ഡേറ്റകൾ, നമ്മുടെ മുന്നിൽ വരുന്ന ഡേറ്റകൾ, ഈ പ്രപഞ്ചം
നമുക്കൊരു പിടിയില്ല, എന്താണ് പ്രപഞ്ചം എന്ന് പോലും അറിയില്ല. ഇത്തരത്തിൽ നിർദ്ധാരണ വിധേയമല്ലാത്ത, നിർദ്ധാരണക്ഷമമല്ലാത്ത ഡേറ്റകൾ വന്നു കഴിഞ്ഞാൽ മസ്തിഷ്കം ആവിഷ്കരിക്കുന്ന ഒരു പൊതു നിലപാടാണ് ഒരു ഏജന്റിനെ വെക്കുക എന്നുള്ളത്. ഒരാളെ വെച്ച് പരിഹരിക്കുക. ഇന്നാരാണിത് ചെയ്തത്. അങ്ങനെയാണ് മഴ ഉണ്ടാക്കിയത് മഴയർ, കാട്ടുതീ ഉണ്ടാക്കിയത് കാട്ടുതീയർ, ഡെസ്ക് ഉണ്ടാക്കിയ ഡെസ്കർ, മേശ ഉണ്ടാക്കിയ മേശയർ. എല്ലാം ഉണ്ടാക്കാൻ ഒരാൾ. അത് നെയ്യപ്പം ഉണ്ടാക്കിയ ഒരാളാണല്ലോ. പക്ഷെ അത് ഉണ്ടാക്കലെന്ന് പറയുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവുന്നില്ല, മറിച്ച് അവിടെ ഒരു മെറ്റമോർഫോസിസ് സംഭവിക്കുന്നതേ ഉള്ളൂ. അത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനെ ഒരാളാണിത് ചെയ്തത് എന്ന് പറയുമ്പോൾ മഴ ഉണ്ടാക്കിയത് മഴ ദൈവവും, തിരമാല ഉണ്ടാക്കിയ തിരമാല ദൈവവും, കാട്ടുതീ ഉണ്ടാക്കിയത് കാട്ടുതീ ദൈവവും ആണെങ്കിൽ പ്രപഞ്ചം ഉണ്ടാക്കിയത് ആരാണ്? അതാണ് ദൈവം, കോസ്മിക് ഏജന്റ്. സരള യുക്തിയാണ്. ഇതാണ് നമ്മുടെ തലച്ചോറിന്റെ അടിസ്ഥാന നിലപാട്. അതിനെയാണ് നമ്മൾ ഹാഡ് എന്ന് പറയുന്നത്. ഹൈപ്പർ ആക്റ്റീവ് ഏജൻസി ഡിറ്റക്റ്റീവ് ഡിവൈസ്. ഹാഡിന് ഒരു ഗുണമുണ്ട്. എന്താണ് ഈ ഹാഡ്? റെഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് ന്യൂറൽ പ്രോസസ്സിംഗ്. ഒരാളിനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ടാണ്. ആ ഒരാളാണ് ചെയ്ത്, ശരി, വീട്ടിൽ പോയി കിടക്കുക. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായത്? പ്രപഞ്ചം ദൈവം ഉണ്ടാക്കി. ഓക്കെ, സുഖം. ഇനി അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും ഷോർട്ട് കട്ട് കഴിച്ച് സോൾവ് ചെയ്യാണ്. ഇതാണ് ഹാർഡിന്റെ. അത് മതവിശ്വാസത്തെ വൻതോതിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് ആക്ച്വലി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത് ദൈവവിശ്വാസത്തെ ഖണ്ഡിക്കുന്നുണ്ടോ? അങ്ങനെ വാദിച്ചാൽ അത് ഫസ്റ്റ് ഓഫ് ഓൾ ജനറ്റിക് ഫാലസി അല്ലേ? ജനറ്റിക് ഫാലസിയെ പറ്റി ഞാൻ ഇച്ചിരി പിന്നീട് പറയാം. പക്ഷെ എങ്ങനെയാണ് ഒരു ബിലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? അത് ഒബ്വിയസ്ലി അതൊരു ഏജൻസി സീക്കിംഗ് വഴിയാണ് ആ ബിലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോലും അത് ദൈവവിശ്വാസത്തെ തെറ്റാക്കുന്നില്ല. ദാറ്റ്സ് നമ്പർ 1. സെക്കൻഡ്ലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഈ ഏജൻസി സീക്കിംഗ് ആക്ച്വലി ഏത്തിസത്തിന് എങ്ങനെയാണ് എവിഡൻസ് ആവുന്നത്? ഏജൻസി സീക്കിംഗ് തിയറിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ന് എവല്യൂഷണറി സൈക്കോളജിസ്റ്റ് ആയ ജസ്റ്റിൻ ബാരറ്റ് ആണ്. അദ്ദേഹമാണ്, he was the first to describe what we know as hyperactivity agency detection. അദ്ദേഹം വെരിത്താസ് ഫോറത്തിൽ കൊടുത്ത ഒരു ലെക്ചർ ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്ക്. If there is a God, one that is powerful, knowledgeable, and involved in the creation or shaping of the world, who also wants us to come to know him, how probable is it that there would be natural dispositions to believe in some kind of God like this? Okay, do you follow me? If there is such a God like that, you might wonder, well, how probable is it that we would naturally have some kind of sense of the divine, as it's sometimes called, or a tendency to believe? And if there is no such God of this sort, how probable do you think it is that our psychology would happen to work this way? If there is a God with whom we are meant to be in a personal relationship, then how probable that engagement in such a relationship would happen to be good for us, would be adaptive? It seems like from at least some theistic worldviews, certainly in the case from Christianity, you would expect that. You know? But if there is no God of this sort, how probable would it be that believing in an illusion, that engineering lots of behaviors and social sorts of arrangements would just happen to be really adaptive? Okay, it's not impossible. But is it as probable as the former? The Bayesians would tell us that if the second is less probable than the first, actually, then the scientific evidence counts, maybe weakly, toward the theistic position. So I think in both of these last two slides, in both cases, scientific evidence appears to be consistent with at least one sort of God, maybe different, many sorts, but certainly it is consistent with the Christian view of God. മനുഷ്യൻ ദൈവത്തിൽ, ഈ ഏജൻസി സീക്കിംഗ് വഴി മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വസ്തുത നിലനിൽക്കെ അത് നാച്ചുറലിസത്തിനല്ല എവിഡൻസ്. ദാറ്റ് ഈസ് പ്രോബബിലിസ്റ്റിക്കലി ഇറ്റ് മേക്സ് ദ കേസ് ഓഫ് ഗോഡ് ഓർ തീസം മച്ച് സ്ട്രോങ്ങർ. അതായത് probabilistically speaking, it increases the probability of God's existence. നെക്സ്റ്റ് ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തെ പറ്റിയായിരുന്നല്ലോ ചർച്ച. അപ്പം അദ്ദേഹത്തിന്റെ പുസ്തകത്തെ പറ്റി തന്നെ അതിലുള്ള ലോജിക്കൽ ഫാലസീസ് പലതുണ്ട്. പക്ഷേ ഓൾറെഡി നമ്മളിപ്പോൾ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്ന ആ വാദത്തെപ്പറ്റി നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് എ ലോജിക്കൽ ഫാലസി കോൾഡ് ആസ് അപ്പീൽ ടു ഇഗ്നറൻസ്.
മറുപക്ഷത്തിന് എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഇപ്പുറത്തെ പക്ഷത്തിന് അത് ഒരു എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫാലസിയാണ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ ഫസ്റ്റ് ലൈൻ തന്നെ കമ്മിറ്റ് ചെയ്യുന്നത്. ആ പുസ്തകം ഈസ് എ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ഓഫ് ലോജിക്കൽ ഫാലസീസ്. സോ ഐ തോട്ട് ദാറ്റ് ഓക്കെ, ഞാൻ ഇപ്പം ഐ കുഡ് ബേസിക്കലി ചില ഫാലസീസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കാം. പ്രോബബ്ലി അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഓൾറെഡി അറിയാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ റെസ്പോൺസ് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഐ ഹോപ്പ് ദാറ്റ് ഹി വാസ് ഓൾറെഡി അവെയർ ഓഫ് ഇറ്റ് എനിവേ. കാരണം റിച്ചർഡ് ഡോക്കിൻസ് എഴുതിയ വാദങ്ങൾ തന്നെയാണല്ലോ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഏത്തീസ്റ്റ് ഫിലോസഫേഴ്സ് ആയിരിക്കുന്ന പ്രശസ്തരായിരുന്ന ഡാനിയൽ കെയ്ം അല്ലെങ്കിൽ മൈക്കിൾ റൂസ്, അവരൊക്കെ തന്നെ ഈ പുസ്തകത്തിലെ ലോജിക്കൽ ഫാലസീസിനെതിരെ വളരെ ശക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മൈക്കിൾ റൂസ്, ആൻ ഏത്തീസ്റ്റ് ഫിലോസഫർ, ഡോക്കിൻസിന്റെ ഈ പുസ്തകം നോക്കിയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഇദ്ദേഹം ഒരു ഇൻട്രൊഡക്ടറി ലെവൽ ലോജിക് കോഴ്സ് പോലും ഫെയിൽ ആയി പോവും ഇത്രയും ആർഗ്യുമെന്റ്സ് മുൻപോട്ട് വെച്ചാൽ. സോ ഞാൻ ഈ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എക്സാമ്പിൾസ് ആയിട്ട് ഞാൻ 3 ലോജിക്കൽ ഫാലസീസ് ആണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ എക്സാമ്പിൾസ് ആയിട്ട് എടുത്ത് അദ്ദേഹത്തിന് മുൻപോട്ട് വെച്ചത്. ആൻഡ് ദ ഫസ്റ്റ് വൺ വാസ്, ഒരുപക്ഷെ ആ പുസ്തകത്തിലെ ഏറ്റവും മെയിൻ ആർഗ്യുമെന്റ്, ഇന്ന് പല ഏത്തിസ്റ്റുകളും മുൻപോട്ട് വെക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്, ഹൂ ക്രിയേറ്റഡ് ഗോഡ്? സംബഡി ക്രിയേറ്റഡ് എന്ന് ചോദിക്കുമ്പോൾ അവരോട് ചോദിക്കുന്ന നെക്സ്റ്റ് ചോദ്യം ഹൂ ക്രിയേറ്റഡ് ദ ക്രിയേറ്റർ എന്നായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്, അതൊരു ആർഗ്യുമെന്റ് പോലും അല്ല. ചോദ്യങ്ങൾ ഒരിക്കലും ആർഗ്യുമെന്റ് ആകുന്നില്ല. But let's consider it as an argument for now. രവിചന്ദ്രൻ സാർ തന്നെ എവിടെയോ ഒരു ആർഗ്യുമെന്റിനെ വിശേഷിപ്പിക്കുന്നതാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഇത് ഒരു LKG വാദം പോലും അല്ല. കാരണം LKGയോ പ്ലേ സ്കൂളോ അല്ല, അതിലും താഴെയുള്ള ഒരു എംബ്രിയോണിക് ഭ്രൂണവാദം എന്ന് വേണമെങ്കിൽ പറയാം. This question, as I said, commits 2 logical fallacies at least. First of all, ഇതൊരു കാറ്റഗോറിക്കൽ ഫാലസിയാണ്. ഇപ്പം ഞാനൊരു ആപ്പിൾ എടുത്ത് കഴിച്ചിട്ട് ഇതൊരു നല്ല കേക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ആപ്പിളും കേക്കും രണ്ട് കാറ്റഗറിയാണ്. ദൈവം എന്ന എൻറ്റിറ്റി, ഇപ്പം ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇഫ് ഗോഡ് ക്രിയേറ്റഡ് എവറിത്തിങ്, ദെൻ ഹൂ ക്രിയേറ്റഡ് ഗോഡ്? ബട്ട് ദെൻ യു ആർ ആക്ച്വലി മേക്കിംഗ് ഗോഡ് ഓൾസോ എ ക്രിയേറ്റഡ് എൻറ്റിറ്റി. നമ്മളിവിടെ പറയുന്നത്, ഇവിടെ ഫിലോസഫേഴ്സ് വരുന്ന ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ നെസസറി എൻറ്റിറ്റീസ് ആൻഡ് കണ്ടിൻജന്റ് എൻറ്റിറ്റീസ്. ചില എൻറ്റിറ്റീസ് ആർ നെസസറി, ദേ എക്സിസ്റ്റ് ആസ് they are not caused by anything that you see around. പക്ഷെ ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ കസാര, അല്ലെങ്കിൽ ഈ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ ഈ നമ്മൾ തന്നെ, വി ഓൾ ഹാവ് നമ്മുടെ എക്സിസ്റ്റൻസിന്റെ കാരണം നമ്മളിൽ നിന്നും വെളിയിലാണ്. ഇറ്റ്സ് ഔട്ട്സൈഡ് ഓഫ് us. So that means that we are contingent. We define ourselves, അല്ലെങ്കിൽ philosophers define ഇങ്ങനത്തെ എക്സിസ്റ്റൻസിനെ ആസ് contingent. പക്ഷേ ദൈവം എന്ന് പറയുന്നത് എക്കാലത്തും has been understood as a necessary being, the uncaused cause, the first cause. അത് പണ്ട് as far as philosophy can go, to the ancient Greece, God is defined as an uncaused cause. അപ്പോൾ അത് രണ്ട് കാറ്റഗറീസ് ആണ്. എല്ലാത്തിനെയും ക്രിയേറ്റഡ് ആയിട്ടുള്ള നമ്മൾ കാണുന്നതിനെ കമ്പയർ ചെയ്തുകൊണ്ട് ദൈവത്തിന് ക്രിയേറ്റർ വേണമെന്ന് വാദിക്കുന്നത് ഒന്നാമത് കാറ്റഗോറിക്കൽ ഫാലസിയാണ്. പക്ഷേ സെക്കൻഡ്ലി ആൻഡ് മോസ്റ്റ് ഇച്ചിരി സിമ്പിളായിട്ട് ഉള്ളൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഫാലസിയാണ് സ്ട്രോമാൻ ഫാലസി. ഇത് രവിചന്ദ്രൻ സാറും അദ്ദേഹത്തിന്റെ അനുയായികളും ഏറ്റവും അധികം ഞാൻ കണ്ടിട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരു ഫാലസിയാണ് സ്ട്രോമാൻ. അതായത് നമ്മൾ പറയുന്ന വാദത്തിനല്ല റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിന് ഇദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിനെ ഒറ്റ ഒരു ഫാലസിയിൽ സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ സ്ട്രോമാൻ ഫാലസിയാണ്. ഞാൻ പറയാത്ത കാര്യങ്ങൾക്ക് he responded more often than not. സോ എന്താണ് ഒരു സ്ട്രോമാൻ ഫാലസി? ഉദാഹരണത്തിന് ഡോക്കിൻസിന്റെ ദൈവം ഞാൻ പറഞ്ഞ പോലെ ഒരു ക്രിയേറ്റഡ് ബീങ് ആണ്. ഇങ്ങനെ ഡോക്കിൻസ് അല്ലെങ്കിൽ രവിചന്ദ്രൻ സാർ അങ്ങനെ ഒരു ദൈവത്തെ ഡിഫൈൻ ചെയ്താൽ ഒബ്വിയസ്ലി ഡോക്കിൻസിന്റെ പുസ്തകത്തിന്റെ ടൈറ്റിൽ പറയുന്ന പോലെ ദാറ്റ് ഗോഡ് വുഡ് ബി എ ഡെല്യൂഷൻ. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ ഗോഡ് ഓഫ് ക്ലാസിക്കൽ തീസം. സോ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് ദൈവത്തെ ഒരു ഡെല്യൂഷൻ ആയിട്ട് ആദ്യം തന്നെ ഡിഫൈൻ ചെയ്തിട്ട് ആ ദൈവത്തിന് എതിരെ വാദിച്ചാൽ ദാറ്റ് ഇസ് നോട്ട് ദ ഗോഡ് ദറ്റ് വി വർഷിപ്പ് ആൻഡ് ദ ഗോഡ് ദറ്റ് വി ബിലീവ്. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് ഓക്സ്ഫോർഡ് മാത്തമാറ്റീഷ്യൻ ആയിരിക്കുന്ന ജോൺ ലെനക്സ് റിച്ചർഡ് ഡോക്കിൻസിനെ ഡിബേറ്റ് ചെയ്തപ്പോഴത്തേന് അദ്ദേഹം ആക്ച്വലി പറഞ്ഞ 2 വാക്കുകൾ ഒന്ന് കേട്ട് നോക്കുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഗുഡ്. ഹി ആക്ച്വലി കോൾസ് ദിസ് ആർഗ്യുമെന്റ് ആസ് എ സ്കൂൾ ബോയ് ആർഗ്യുമെന്റ്. I want to address the who designed the designer question, because it's the old schoolboy question, who created God. I'm actually very surprised to find it as a central argument in your book, because it assumes that God is created. And I'm not surprised, therefore, that you call the book The God Delusion, because created gods are by definition a delusion. Now, I know, and I ought to explain, that Richard doesn't like people who say to him that they don't believe in the God he doesn't believe in.
But I think that this is possibly touching a sore spot, because you leave yourself wide open to the charge. After all, you are arguing that God is a delusion. And in order to weigh your argument, in order to weigh that argument, I need to know what you mean by God. And if you say, if there is a God, you have to ask who created God, that means that you're reduced to thinking about created gods. Well, none of us believe in created gods, Jews, Muslims, or Christians. And I think that argument then is entirely beside the point, and perhaps you ought to put it on your shelf marked celestial teapots where it belongs. So that was John Lennox. ഇനി ഇദ്ദേഹത്തിൻ്റെ തന്നെ മറുപടി ഒന്ന് നിങ്ങൾ ആ താഴത്തെ ലിങ്കിൽ പോയി കേട്ടാൽ ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. അതായത് സുഹൃത്തെ, നിങ്ങൾ പറയുന്നു ദൈവത്തിന് ഡെഫിനേഷൻ ഇല്ല, അത് ആരുടെ പ്രശ്നമാണ്? ഞാൻ അങ്ങനെ പറഞ്ഞോ? ദൈവത്തിന് ഡെഫിനേഷൻ ഇല്ലെന്ന് ഏതെങ്കിലും ഒരു തീയിസ്റ്റ് പറയുന്നുണ്ടോ? ദ ഡെഫിനേഷൻ ദാറ്റ് വി ഗിവ് ഫോർ ഗോഡ്. പിന്നെ ആ ആട്രിബ്യൂട്ട്സിനെ അദ്ദേഹം കളിയാക്കുന്നുണ്ട്. അതായത് പ്രപഞ്ചത്തിന് വെളിയിൽ കൊണ്ട് നിർത്തിയേക്കുവാണ്, ദൈവത്തെ കാണിക്കാൻ പറയുമ്പോഴത്തേന് ഫോംലെസ് ആണ്, ഇമ്മെറ്റീരിയൽ ആണ്. സി ദാറ്റ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ഗോഡ് ദാറ്റ് ബോത്ത് ഏത്തിസ്റ്റുകൾ അക്കാഡമിയിലും തീയിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഡെഫിനേഷനും അത് തന്നെയാണ്. ബിക്കോസ് സ്പേസ് ടൈം മാറ്റർ ബിഗാൻ ടു എക്സിസ്റ്റ്. Right? In the finite past, space-time matter began to exist. അങ്ങനാണെങ്കിൽ ഈ യൂണിവേഴ്സിന്റെ കോസ് മസ്റ്റ് ബി സ്പേസ്ലെസ്, ടൈംലെസ്, ഇമ്മെറ്റീരിയൽ. അത് ലോജിക്കലി അവിടെ തന്നെ ഡിഡ്യൂസ് ആകുന്നതാണ്. ദൈവത്തിന് ഈ യൂണിവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണത്തില്ല, ബിക്കോസ് ഹി ഈസ് ദ കോസ് ഓഫ് ദ യൂണിവേഴ്സ്. ഇപ്പോൾ ഈ കസാര നിർമ്മിച്ച ആള് ഈ കസാരയിലെ ഒരു ഭാഗമായിട്ട് ഇതിനകത്ത് തന്നെ ഇല്ല, ബിക്കോസ് ഹി ട്രാൻസെൻഡ്സ് ദിസ് ചെയർ. അതുകൊണ്ട് തന്നെ ഗോഡ്സ് ഡെഫിനിഷൻ ഈ സ്പേസ്ലെസ്, ടൈംലെസ്, ഇമ്മെറ്റീരിയൽ. പക്ഷേ ഇപ്പം നിങ്ങൾ പറയുകയാണ് അങ്ങനത്തെ ഒരു എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞാൽ, കാണാൻ പറ്റാത്തൊരു എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞാൽ, അത് ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു യുക്തി, there's nothing more than more illogical than that. ഉദാഹരണത്തിന് നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഭൂമിയെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ, when we are trying to do science, നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നതെല്ലാം ഇമ്മെറ്റീരിയൽ ആണ്. ഉദാഹരണത്തിന് ലോസ് ഓഫ് ലോജിക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല, പക്ഷെ ലോസ് ഓഫ് ലോജിക് പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് വി സ്റ്റഡി ദ യൂണിവേഴ്സ്. ലോസ് ഓഫ് മാത്തമാറ്റിക്കൽ ട്രൂത്ത്സ്, മാത്തമാറ്റിക്സ് ഇപ്പം നമ്പർ 7 എന്ത് ചെയ്യുന്നു നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാരണം ദാറ്റ് ഇസ് ഓൾസോ ആൻ ഇമ്മെറ്റീരിയൽ നെസസറി എൻറ്റിറ്റി. അതുള്ളത് കൊണ്ട് തന്നെയാണ് വി ആർ ഏബിൾ ടു ഡിസ്ക്രൈബ് the universe precisely. So നമ്മൾക്ക് കാണാൻ പറ്റാത്തതുമായ സത്യങ്ങളെ തന്നെ നമ്മൾ പ്രീസപ്പോസ് ചെയ്തിട്ട്, ഇമ്മെറ്റീരിയൽ റിയാലിറ്റിയെ പ്രീസപ്പോസ് ചെയ്തിട്ട് നമ്മുടെ ലോജിക്, നമ്മുടെ കോൺഷ്യസ്നസ്, ഇതൊന്നും ദീസ് ആർ ഇമ്മെറ്റീരിയൽ മെന്റൽ ഫിനോമിന, ഇതൊക്കെ നമ്മൾ പ്രീസപ്പോസ് ചെയ്ത് ബിലീവ് ചെയ്യുന്നതുകൊണ്ടാണ് വി ആർ ഏബിൾ ടു സീ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ സീൻ വേൾഡ്. സെക്കൻഡ് ഫാലസി ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തത് ജനറ്റിക് ഫാലസിയാണ്. അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഐ വിൽ നോട്ട് സ്പെൻഡ് മച്ച് ടൈം ഓൺ ദാറ്റ്. പക്ഷെ അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. നിങ്ങൾ ജനറ്റിക് ഫാലസിയെ കുറിച്ച് പറഞ്ഞു. ജനറ്റിക് ഫാലസി എന്ന് പറയുമ്പോൾ നോർമലായിട്ട് നിങ്ങൾ ജനിച്ചപ്പോൾ ഇസ്രായേലിൽ നിന്ന് ജനിച്ചാൽ ജൂ ആകും, ഇന്ത്യയിൽ ജനിച്ചാൽ ഹിന്ദു ആകും, പിന്നെ പാലസ്തീനിൽ ജനിച്ചാൽ മുസ്ലിം ആകും എന്ന് പറയുന്നത്, അതിന്റെ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നോർമലായിട്ട് ഒരു സ്ഥലത്ത് ജനിച്ചത് കൊണ്ട് ആ സ്ഥലത്തിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ടാവണമെന്നില്ല. പക്ഷെ മതത്തിന്റെ കാര്യത്തിൽ നോക്കൂ, ഇറ്റ്സ് കമ്പൾസറി, ഇറ്റ്സ് ആൻ ഇമ്പോസിഷൻ, ഇറ്റ്സ് നോട്ട് എ കോമ്പോസിഷൻ. നിങ്ങൾക്ക് സ്വതസിദ്ധമായ നിങ്ങളുടെ വ്യക്തിത്വം വഴി വികസിക്കാനായിട്ടുള്ള അവസ്ഥയില്ല. കാരണം മതം എന്ന് പറഞ്ഞാൽ ഏർലിയർ സ്റ്റേജിൽ കൊണ്ടുവന്ന് അടിച്ചു വെക്കുകയാണ്, ആ സിസ്റ്റത്തിന്റെ ബേസ് മദർ ബോർഡിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ഞാൻ പറയാം, ഒരു ആശുപത്രിയിൽ ഒരു നഴ്സിന് കൈപ്പിഴ വന്നു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു ആവും. എന്തുകൊണ്ട്? അതങ്ങനെയാണ്. നിങ്ങൾ ഏത് കുടുംബത്തിലേക്കാണോ പോകുന്നത് ആ കുടുംബത്തിന്റെ ഭാഗമാവുകയാണ്. അത് ജനറ്റിക് ഫാലസി അല്ല, അതിനൊരു നല്ല ലൈക്ലിഹുഡ് ഉള്ള, നല്ല സാധ്യതയുള്ള ഒരു ആർഗ്യുമെന്റ് തന്നെയാണത്. അതിന് ജനറ്റിക് ഫാലസി, അത് ടു അക്കാഡമിക് ആണ്. ഒരിടത്ത് ജനിച്ചത് കൊണ്ട് അങ്ങനെ ആകണമെന്നില്ല, ഇല്ല, അങ്ങനെ ആകണമെന്നില്ല. പക്ഷേ സാധ്യത നോക്കുക, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രോബബിലിറ്റി. ഓക്കെ, സോ ഇഫ് യു ഹേർഡ് ദാറ്റ്, അദ്ദേഹം പറഞ്ഞത് ആക്ച്വലി ഇസ് കോമൺ സെൻസ്. ബട്ട് ഞാൻ പറഞ്ഞ പോയിന്റിനല്ല അദ്ദേഹം അവിടെ റെസ്പോണ്ട് ചെയ്തത്. ഒബ്വിയസ്ലി ഇന്ത്യയിൽ ജനിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും ഒരുപക്ഷെ ഹിന്ദുക്കളായിരിക്കാം, ബട്ട് ദാറ്റ് ഡസൻറ്റ് റിയലി ഇൻവാലിഡേറ്റ് ഓർ വാലിഡേറ്റ് ദ ട്രൂത്ത്. ഇപ്പം നിങ്ങളുടെ പേരൻസ് ഫോർ എക്സാമ്പിൾ നിരീശ്വരവാദികൾ ആണെന്നിരിക്കട്ടെ, നിങ്ങൾ അങ്ങനത്തെ ഒരു കൾച്ചറിൽ വളരുന്നു, നിങ്ങളും ഒരു നിരീശ്വരവാദിയായി തീരുന്നു. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് that does not mean that atheism is true or false, or if you're നിങ്ങൾ വേറെ ഏതൊരു പശ്ചാത്തലത്തിൽ വളരുമ്പോഴത്തേന് ആ ഒരു ബിലീഫ്സിൽ നിങ്ങൾ വളരുന്നത് കൊണ്ട് അത് ആ ബിലീഫ്സിനെ വാലിഡേറ്റോ ഇൻവാലിഡേറ്റോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വെക്കുന്ന ആർഗ്യുമെന്റ് ഏത്തീസത്തിന് ഒരു ആർഗ്യുമെന്റ് അല്ല. ദാറ്റ് ഇസ് ഇഫ് ഹി ട്രൈസ് ടു ഡു ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ജനറ്റിക് ഫാലസി. ഞാൻ ഒറ്റ ഒരു ഫാലസിയുടെ എക്സാമ്പിളും കൂടെ അദ്ദേഹത്തിന് കൊടുത്തു.
And if you have been paying attention, ഞാൻ പറഞ്ഞ ഫാലസികൾക്ക് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നില്ല. പറഞ്ഞ കാര്യത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും ചില കാര്യങ്ങൾ അദ്ദേഹം ആഡ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ മൂന്നാമത് കൊടുക്കുന്ന എക്സാമ്പിൾ ഇസ് എ നോൺ സെക്യൂട്ടർ ഫാലസി. വാട്ട് ഇസ് എ നോൺ സെക്യൂട്ടർ ഫാലസി? ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ നിന്ന് കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കുക, പക്ഷേ ആ കൺക്ലൂഷൻ അതിൽ നിന്ന് വരുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ നോൺ സെക്യൂട്ടർ ഫാലസി. ഉദാഹരണമായിട്ട് ഞാൻ എടുത്തത് റിലീജിയൻ ഈസ് ഈവിൾ. ഇത് ഞാൻ ആക്ച്വലി അദ്ദേഹത്തോട് 2 വാക്ക് കോംപ്ലിമെൻ്റ് ആയിട്ടും പറഞ്ഞു. ദാറ്റ് ബേസിക്കലി ഏത്തിസ്റ്റുകൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമെന്ന് പറഞ്ഞാൽ പല റിലീജിയൻസിലും പലതരത്തിൽ, കാരണം മനുഷ്യർ കൂടി വരുന്നിടത്തെല്ലാം ഈവിൾ ഉണ്ട്. അത് ഏത്തിസ്റ്റുകളായിക്കൊള്ളട്ടെ, തീയിസ്റ്റുകളായിക്കൊള്ളട്ടെ, അത് പൊളിറ്റിക്കൽ ആയിക്കൊള്ളട്ടെ, എങ്ങനെ വന്നാലും when people come together, there is evil is a natural outcome of that. അത്ര ഈവിൾസിനെ പലപ്പോഴും ഏത്തിസ്റ്റ് കമ്മ്യൂണിറ്റീസ് കോൾ ഔട്ട് ചെയ്തിട്ടുണ്ടെന്നും they have pointed that out, and അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ അദ്ദേഹത്തെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്ത് പറഞ്ഞത്. അതും അദ്ദേഹം ട്വിസ്റ്റ് ചെയ്തിട്ട് he used it for his own benefit, which is very unfortunate. If you think on the opposite side, religion അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ലോകത്തിന് പല നന്മകളും ചെയ്ത് അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ട്രൂ ആണെന്ന് പറഞ്ഞാൽ അതും ഒരു നോൺ സെക്യൂട്ടർ ഫാലസിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കമ്മിറ്റ് ചെയ്യുന്നത് ഇസ് എ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ഓഫ് എ നോൺ സെക്യൂട്ടർ ഫാലസി. അദ്ദേഹം മാത്രമല്ല, റിച്ചർഡ് ഡോക്കിൻസും ഈവൻ ക്രിസ്റ്റഫർ ഹിച്ചൻസിന്റെ പുസ്തകം എടുത്താൽ ഗോഡ് ഇസ് നോട്ട് ഗ്രേറ്റ്, ആ പുസ്തകം നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ആ പുസ്തകത്തിൽ കംപ്ലീറ്റ്ലി അദ്ദേഹം റിലീജിയൻസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഹി ഈസ് നോട്ട് റിയലി അറ്റാക്കിംഗ് ദി ഐഡിയ ഓഫ് ഗോഡ് ഓർ ദി എക്സിസ്റ്റൻസ് of God as in the Judeo-Christian worldview. So that is an example of a non-sequitur fallacy. So logical fallacies ഞാൻ point out ചെയ്തിട്ട് he has not responded to that, which is a very serious thing. ഇപ്പം കണ്ട ആൾക്കാർ ഒരുപക്ഷെ they were able to observe that he basically understands that there are logical fallacies in that book. ആൻഡ് അത് അദ്ദേഹത്തിന് മനസ്സിലാകാനുള്ള മറ്റൊരു കാരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വെസ്റ്റേൺ അക്കാഡമിയെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് അറിയാം റിച്ചർഡ് ഡോക്കിൻസിന്റെയും ക്രിസ്റ്റഫർ ഹിച്ചൻസിന്റെയും കൈൻഡ് ഓഫ് ഏത്തീസം ഇന്ന് ഓൾമോസ്റ്റ് അവിടുന്ന് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ വെസ്റ്റിൽ കാണുന്നത്. അതിന് ഞാനൊരു ആ ട്രെൻഡ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്ന് ഞാൻ ഐ എം ട്രൈങ് ടു പോയിന്റ് ഔട്ട് ടു ദ ഡിബേറ്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പ്രസ്റ്റീജിയസ് കേംബ്രിഡ്ജ് യൂണിയൻ, which is probably ഇന്നത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ഡിബേറ്റിംഗ് സൊസൈറ്റിയാണ് കേംബ്രിഡ്ജ് യൂണിയൻ. അവിടെ വില്യം ലെയ്ൻ ക്രേഗും PS വില്യംസും അഗെയിൻസ്റ്റ് അരീഫ് അഹമ്മദ് ആൻഡ് ആൻഡ്രൂ കോപ്സൺ, ഈസ് ഗോഡ് എ ഡെല്യൂഷൻ, അഥവാ റിച്ചർഡ് ഡോക്കിൻസിന്റെ മൂവ്മെന്റിനെ ഒക്കെ ക്യാരക്ടറൈസ് ചെയ്ത് ഒരു പൊസിഷൻ ആയിരുന്നു ദൈവം എന്ന് പറയുന്നത് ഇസ് എ ഡെല്യൂഷൻ, ദ ഗോഡ് ഡെല്യൂഷൻ. അതിനെപ്പറ്റി നടന്ന ഡിബേറ്റിനെ ഞാനൊന്ന് റെഫർ ചെയ്തിട്ട് പറഞ്ഞു 2011 ആ ഡിബേറ്റ് വാസ് എ വെരി കീ മൊമെന്റ് ഇൻ ദിസ് ഈ ട്രെൻഡ് കംപ്ലീറ്റ്ലി പുഷ് ബാക്ക് ചെയ്യുന്നതിൽ ഒരു കീ മൊമെന്റ് ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ടും നമുക്ക് വേണമെങ്കിൽ പിന്നെ എക്സാമ്പിൾസ് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ബയോള യൂണിവേഴ്സിറ്റിയിൽ ക്രിസ്റ്റഫർ ഹിച്ചൻസും വില്യം ലെയ്ൻ ക്രേഗും ഡിബേറ്റ് ചെയ്തപ്പോഴത്തേന് കോമൺ സെൻസ് ഏത്തീസം, which is an atheist website, wrote in a review ചെയ്തുകൊണ്ട് എഴുതി that William Lane Craig literally spanked Christopher Hitchens like a foolish child. So probably that too, ഈ രണ്ട് സംഭവങ്ങൾ, ഈ രണ്ട് ഡിബേറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആയിരുന്നു ഇൻ പുഷിംഗ് ബാക്ക് അഗെയിൻസ്റ്റ് ന്യൂ എയ്ത്തീസം. 2019 ദ ഗാർഡിയനിൽ വാട്ട് എവർ ഹാപ്പൻ ടു ദ ന്യൂ എയ്ത്തീസ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കലും ഞാൻ അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം കോട്ട് ചെയ്യാനുള്ള മറ്റൊരു കാരണമുണ്ട്, ഞാനൊരു ആർഗ്യുമെന്റ് ആയിട്ടല്ല അവിടെ കോട്ട് ചെയ്തത്. അദ്ദേഹം എനിക്ക് റെസ്പോണ്ട് ചെയ്തിട്ട് ഹീ സെയിങ് ദാറ്റ് ഐ ഓൾസോ കമ്മിറ്റഡ് ലോജിക്കൽ ഫാലസി. നോ, ഞാൻ ഏത്തീസം വീക്ക് ആയിരുന്നു അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റ് പോലും അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ മുൻപോട്ട് വെക്കുന്ന നവനാസ്തികത, ന്യൂ എയ്ത്തീസം has always been illogical, it was irrational, and it has actually fallen out of academia. അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു, ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ ഒരു ചോദ്യത്തിൽ പറഞ്ഞു എവിടെയോ ഒരു ചർച്ച നടന്നപ്പോൾ പോപ്പുലർ വോട്ടിംഗ് നടത്തിയ എത്തീസം ആണ് എത്തീസ്റ്റ് പൊസിഷൻ ശരിയല്ല എന്ന്. അതൊക്കെ ഇതിനേക്കാൾ അതൊരു ലോജിക്കൽ ഫാലസിയാണെന്ന് താങ്കൾക്ക് അറിയാം. താങ്കൾ ലോജിക്കൽ ഫാലസിയെ കുറിച്ച് തന്നെ പറയുന്നു. കൂടുതൽ പേര് വോട്ടിനിട്ട് സത്യം തെളിയിക്കുന്നതൊന്നും സയൻസിന്റെയോ യുക്തിചിന്തയുടെ വഴിയല്ല. എവിടെയോ ആരോ അല്ല. As I said, this is the oldest, most prestigious debating society in the world, the Cambridge Union. അവിടെ നടന്ന ഒരു ഡിബേറ്റിലെ വേർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ there are students from all over the world who come to Cambridge and students voted in favor of the house that God is not a delusion, which was a massive pushback against the new atheist movement.
അപ്പം വെസ്റ്റേൺ അക്കാഡമിയയിൽ ഇന്ന് ന്യൂ എയ്ത്തീസത്തിൻ്റെ വാദങ്ങൾ ഹാസ് ബീൻ കംപ്ലീറ്റ്ലി റിജക്റ്റഡ്. പക്ഷേ ഇന്ന് ഈ വാദങ്ങളുമായിട്ടാണ് കേരളത്തിൽ സി രവിചന്ദ്രനെ ഉള്ളവരും പല അല്ലെങ്കിൽ എസൻസ് ഗ്ലോബലിലൊക്കെ പല സ്പീക്കേഴ്സ് മുൻപോട്ട് വെക്കുന്നത് ആർ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾസ് ഓഫ് ലോജിക്കൽ ഫാലസീസ്. ക്രൈസ്റ്റ് മിത്തവാദം പോലുള്ള വാദങ്ങൾ അക്കാഡമിക് തലത്തിൽ ഒറ്റ ചരിത്രകാരന്മാരും ലോകത്തിൽ ഡിഫെൻഡ് ചെയ്യാത്ത ഒരു പൊസിഷനാണ്. ഒറ്റയൊരു അക്കാഡമിക് ഹിസ്റ്റോറിയൻ ഹു ഹോൾഡ്സ് ഫാക്കൽറ്റി പൊസിഷൻ ഇൻ എനി ഓഫ് ദി റെസ്പെക്റ്റഡ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ് അവർ പോലും ഡിഫെൻഡ് ചെയ്യാത്ത ചില ഈ മിത്തവാദം പോലുള്ള പൊസിഷൻസ് മുൻപോട്ട് വെച്ച് ചെയ്യുന്ന ഈ ന്യൂ എയ്ത്തീസം വെസ്റ്റിൽ എങ്ങനെയാണോ അക്കാഡമിയ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളഞ്ഞ് അതുപോലെ തന്നെ ഐ ഹോപ്പ് ദാറ്റ് കേരള വിൽ റിക്കഗ്നൈസ് ദ ഇറാഷണാലിറ്റി of this brand of atheism and will respond to it adequately. This is Asher John for Grace Cells.